ഹലോ ഹായ് എല്ലാവർക്കും ലേനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ജോബ് അപ്ഡേറ്റ്സ് ആണ്. മാർച്ച് മാസത്തിലെ ജോബ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി നമ്മുടെ ഈ ചാനലിന്റെ പ്രത്യേകത എന്താണ്? ജോബ് ആൻഡ് ലേണിനോ ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള ചാനലിന്റെ പ്രത്യേകത എന്താണ്? ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ഇടുന്ന ഒരു ചാനലാണ് നമ്മുടെ ചാനൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വളരെ വലിയൊരു നഷ്ടമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, +2 ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, ബിടെക് ആയിക്കോട്ടെ, എംടെക് ആയിക്കോട്ടെ, എംഫിൽ ആയിക്കോട്ടെ, ഏത് കാറ്റഗറി ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ജോബ് അപ്ഡേറ്റ്സ്, ഒരു ജോലിയാണോ നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കാര്യം ജോലിനെ കുറിച്ചുള്ള കാര്യങ്ങളും, ജോലി മാത്രമല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചുള്ള കാര്യങ്ങളും നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് സമയം കളയുന്നില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ വീഡിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഗ്നിപഥ് പദ്ധതി വഴി കരസേനയിൽ അഗ്നിവീർ ആകാൻ അവസരം വന്നിരിക്കുകയാണ്. അഗ്നിപഥ് പദ്ധതി വഴി കേട്ടോ. അഗ്നിപഥ് പദ്ധതി പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, 4 വർഷത്തേക്കാണ് നിയമനം വരിക. അപ്പോൾ അതിൽ 5 കാറ്റഗറീസിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. അതായത് അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി, അഗ്നിവീർ ടെക്നിക്കൽ, അതുപോലെ തന്നെ വന്നിട്ടുള്ളത് അഗ്നിവീർ ക്ലാർക്ക്, അഗ്നിവീർ ട്രേഡ്സ്മാൻ 10ാം ക്ലാസ്, അഗ്നിവീർ ട്രേഡ്സ്മാൻ 8ാം ക്ലാസ്. ഇങ്ങനെയാണ് വാക്കൻസീസ് വന്നിട്ടുള്ളത്. അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി, അഗ്നിവീർ ടെക്നിക്കൽ, അഗ്നിവീർ ട്രേഡ്സ്മാൻ 10ാം ക്ലാസ്, 8ാം ക്ലാസ് പാസ്സായിരിക്കും. അഗ്നിവീർ ക്ലർക്ക്, സ്റ്റോക്ക് കീപ്പർ, ടെക്നിക്കൽ എന്നീ വിഭാഗങ്ങളിലേക്കാണ് കേട്ടോ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ ഏപ്രിൽ 10 വരെയാണ്. അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരം വന്നിരിക്കുന്നത്. 4 വർഷത്തേക്കാണ് നിയമനം. ഓൺലൈൻ പൊതു എഴുത്ത് പരീക്ഷ ജൂണിൽ തുടങ്ങും. ഏപ്രിൽ 10 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ജൂണിലായിരിക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യുക. തുടർന്ന് റാലിയും അതുപോലെ തന്നെ കായികക്ഷമതാ പരീക്ഷയും വൈദ്യപരിശോധനയും നടത്തുന്നതായിരിക്കും. അപേക്ഷകര് www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് പ്രൊഫൈൽ ഉണ്ടാക്കേണ്ടതാണ്. എന്താണ് വെബ്സൈറ്റ്? www.joinindianarmy.nic.in. കേരളത്തിൽ തിരുവനന്തപുരം, കോഴിക്കോട് ആർമി റിക്രൂട്ട്മെന്റ് ഓഫീസുകൾക്ക് കീഴിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക. തീയതിയും വേദിയും പിന്നീടായിരിക്കും പ്രഖ്യാപിക്കുക. അപ്പം നമ്മൾ പറഞ്ഞു 5 എണ്ണത്തിലാണ് വാക്കൻസീസ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി, അഗ്നിവീർ ടെക്നിക്കൽ, അതുപോലെ തന്നെ അഗ്നിവീർ ട്രേഡ്സ്മാൻ 10ാം ക്ലാസ്, അതുപോലെ തന്നെ 8ാം ക്ലാസ് പാസ്, അഗ്നിവീർ ക്ലർക്ക്, സ്റ്റോക്ക് കീപ്പർ, ടെക്നിക്കൽ എന്നീ വിഭാഗങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ അഗ്നിവീർ ജനറൽ ഡ്യൂട്ടിയിൽ അപേക്ഷിക്കണമെങ്കിൽ 45% മാർക്കെങ്കിലും 10ാം ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം. 10ാം ക്ലാസ്സിൽ മിനിമം 45% മാർക്ക്, 45% മാർക്കാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഓരോ വിഷയത്തിലും ഇൻഡിവിജ്വൽ പെർസെൻറ്റേജ് മാർക്ക് വേണമെന്ന് പറയുന്നുണ്ട്. അതായത് ഓരോ വിഷയത്തിനും 33% മാർക്കെങ്കിലും വേണം. CBSE ഉൾപ്പെടെ സിലബസ് പഠിച്ചവർക്ക് C2 ഗ്രേഡും ഓരോ വിഷയത്തിലും D ഗ്രേഡും എങ്കിലും വേണം എന്നാണ് അവർ പറയുന്നത് കേട്ടോ. C2 അല്ലെങ്കിൽ ഓരോ വിഷയത്തിലും D ഗ്രേഡ് എങ്കിലും വേണം. അതായത് പാസ് ആയിരിക്കണമെന്ന്. CBSE ആണെങ്കിൽ, അല്ലാതെ നമ്മൾ സ്റ്റേറ്റ് ആണെങ്കിൽ 45% മാർക്കിൽ 10ാം ക്ലാസ് ഓവറോൾ മിനിമം 45% എങ്കിലും വേണം. ഓരോ വിഷയത്തിലും 33% മാർക്കിൽ താഴാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അഗ്നിവീർ ജനറൽ ഡ്യൂട്ടിയിൽ 10ാം ക്ലാസ് മതിയെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അഗ്നിവീർ ടെക്നിക്കൽ 50% മാർക്കോടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ അടങ്ങിയ സയൻസ് +2 ജയമാണ് അവർ പറയുന്നത്. അതിൽ ഓരോ വിഷയത്തിലും 40% മാർക്ക് വേണം. ഇനി മൂന്നാമത്തെ കാറ്റഗറി അഗ്നിവീർ ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ ടെക്നിക്കലാണ്. അത് 60% മാർക്കാണ്. +2ൽ 60% മാർക്കാണ് വേണമെന്ന് പറയുന്നത്. ഓരോ വിഷയത്തിനും 50% മാർക്ക് വേണം. ഇനി അഗ്നിവീർ ട്രേഡ്സ്മാൻ 10ാം ക്ലാസ്സിനും അപേക്ഷിക്കാം, അതുപോലെ തന്നെ 8ാം ക്ലാസ്സിനും അപേക്ഷിക്കാം. ഇനി 10ാം ക്ലാസ് ആണെങ്കിൽ 10ാം ക്ലാസ് ജയം മാത്രമാണ് പറയുന്നുള്ളൂ, എത്ര പെർസെൻറ്റേജാന്ന് പറയുന്നില്ല. പക്ഷെ ഇൻഡിവിജ്വലി ഓരോ വിഷയത്തിലും 33% മാർക്ക് വേണമെന്ന് പറയുന്നുണ്ട്. ഇനി 8ാം ക്ലാസ് ആണെങ്കിൽ 8ാം ക്ലാസ്സിൽ പാസ്സായിരിക്കണം. ഓരോ വിഷയത്തിനും 33% മാർക്ക് വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൽ പ്രായപരിധി എന്ന് പറയുന്നത് 17.5 എന്നൊരു സംഭവം പറയുന്നുണ്ട്. 17 വയസ്സും 6 മാസവും തൊട്ട് 21 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ഡൗട്ട് വരാം, 10ാം ക്ലാസ് കഴിഞ്ഞു എന്നാൽ റിസൾട്ട് വന്നിട്ടില്ല, അതുപോലെ +2 കഴിഞ്ഞു എന്നാൽ റിസൾട്ട് വന്നിട്ടില്ല, അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റും. അങ്ങനെയുള്ളവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ,
നമ്മൾ പറഞ്ഞു അഗ്നിവീർ എന്നുള്ളതിന്റെ പദ്ധതി അനുസരിച്ച് ഇതിന്റെ കാലയളവ് എന്ന് പറയുന്നത് 4 വർഷമാണ്. അപ്പൊ അതിന്റെ സാലറി പാക്കേജ് തൊട്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 30,000 to 40,000 വരെയാണ്. അതായത് ഓരോ വർഷവും, അതായത് 30,000 ആദ്യത്തെ വർഷം, രണ്ടാമത്തെ വർഷം 33,000, മൂന്നാമത്തെ വർഷം 36,500, നാലാമത്തെ വർഷം 40,000 രൂപ. ഇങ്ങനെയാണ് ശമ്പളം വരിക. അതായത് തുടക്കത്തിൽ വർഷം 4.76 ലക്ഷം രൂപയും നാലാം വർഷം ഇത് 6.92 ലക്ഷം രൂപയും ആയിരിക്കും. പുറമെ സേനയിലെ സ്ഥിര നിയമനക്കാർക്ക് സമാനമായ റിസ്ക് അലവൻസും യൂണിഫോം, യാത്രാ അലവൻസും തുടങ്ങിയവയെല്ലാം ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിന്റെ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിവിധ ആർമി റിക്രൂട്ട്മെന്റ് ഓഫീസുകളിൽ ARO ആ റിക്രൂട്ട്മെന്റ് ഓഫീസുകളിലായിരിക്കും റാലി സംഘടിപ്പിക്കുക. ഇനി ഫിസിക്കൽ ടെസ്റ്റിൽ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1.6 കിലോമീറ്റർ ഓട്ടം ഉണ്ടായിരിക്കും, ബീം പുള്ളപ്പ് ഉണ്ടായിരിക്കും, 9 അടി ഡിച്ച് ഉണ്ടായിരിക്കും, 6 ആക് ബാലൻസ് എന്നിവയാണ് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുക. ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു, ഈ വെബ്സൈറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. എത്രയാണ് ഫീസ് എന്ന് പറയുന്നത്? 250 രൂപയാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ആർമിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആവാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. +2 മതി, BSc നഴ്സിംഗ് ഒന്നും വേണ്ട. നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. അതായത് കരസേനയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആകാൻ അപേക്ഷിക്കാം. സോൾജിയർ ടെക്നിക്കൽ എന്ന തസ്തികയിലാണ് അവസരം വന്നിട്ടുള്ളത്. അത് എവിടേക്കാണ്? കേരളം, കർണാടക, ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിൽ നിന്ന് പുരുഷന്മാർക്കാണ് കേട്ടോ അവസരം. കേരളം, കർണാടക, ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിൽ നിന്നുള്ള പുരുഷന്മാർക്കാണ് അവസരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ഏപ്രിൽ 10 വരെയാണ്. എഴുത്ത് പരീക്ഷ ഉണ്ടാകും. റിട്ടൺ എക്സാം ജൂൺ മുതൽ സ്റ്റാർട്ട് ചെയ്യും. റിക്രൂട്ട്മെന്റ് റാലി തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു +2 ആണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ പഠിച്ച് 50% മാർക്കോടെ +2 സയൻസ് വിജയിക്കണം. ഓരോ വിഷയത്തിലും 40% മാർക്ക് നേടിയവരാകണം. പ്രായപരിധി ഉണ്ട്, ഏജ് ലിമിറ്റ് ഉണ്ട്. 17 to 23 വയസ്സ് വരെയാണ് ഇതിലെ പ്രായപരിധി എന്ന് പറയുന്നത്. ഇതിന്റെ ആദ്യം റിട്ടൺ എക്സാം ആണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മെഡിക്കൽ അനാലിസിസും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ www.joinindianarmy.nic.in എന്നുള്ള വെബ്സൈറ്റ് നോക്കിയാൽ മതിയാകും. അതുപോലെ തന്നെ 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് വിമൻ മിലിറ്ററി പോലീസ് ആകാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. അപ്പോൾ അവിവാഹിതരായ വനിതകൾക്ക് അഗ്നിപഥ് പദ്ധതി വഴി കരസേനയിൽ അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി വിമൻ മിലിറ്ററി പോലീസ് ആകാനുള്ള അവസരമാണ് വന്നിട്ടുള്ളത്. ഓൺലൈൻ രജിസ്ട്രേഷൻ ഏപ്രിൽ 10 വരെയാണ്. അപ്പോൾ അഗ്നിവീറിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ എല്ലാം ഏപ്രിൽ 10 വരെയും എഴുത്ത് പരീക്ഷ വന്നിട്ട് ജൂൺ മുതലുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ എല്ലാവരും പറയുന്നത് യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? 10ാം ക്ലാസ് പാസ്സാകണം എന്ന കാര്യം മാത്രമാണ്. കാര്യം ഏജ് ലിമിറ്റ് നമുക്കറിയാം. 16 വയസ്സിലായിരിക്കും നമ്മുടെ 10ാം ക്ലാസ് കഴിയുക. അപ്പോൾ 17 വയസ്സാണ് ഏജ് ലിമിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 17 to 21 വയസ്സ് വരെയാണ് ഏത് വുമൺ മിലിറ്ററി പോലീസ് ആകാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് കേട്ടോ. ഇതിലെയും അത് തന്നെയാണ്, 17 to 21 വയസ്സ് വരെയാണ് ഏത് പ്രായപരിധി എന്ന് പറയുന്നത്. ഇനി ഇതിൽ ശാരീരിക യോഗ്യതയെ കുറിച്ച് അവർ പറയുന്നുണ്ട്. 162 സെന്റിമീറ്റർ ഉയരം വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. 162 സെന്റിമീറ്റർ ഉയരം വേണമെന്ന് പറയുന്നുണ്ട്. രജിസ്ട്രേഷൻ ഇതിൽ തന്നെയാണ്, നമ്മുടെ വെബ്സൈറ്റ് തന്നെയാണ്, www.joinindianarmy.nic.in എന്നുള്ള വെബ്സൈറ്റ് വഴി ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. പരീക്ഷാ ഫീസ് 250 രൂപ തന്നെയാണ്. ഓൺലൈനായിട്ട് തന്നെയാണ് ഫീസ് അടയ്ക്കേണ്ടത്. അപ്പോൾ BSc നഴ്സിംഗ് പഠിക്കാതെ തന്നെ നഴ്സിംഗ് അസിസ്റ്റന്റ് ആകാം. അതുപോലെ തന്നെ ഡിഗ്രി കഴിയാതെ തന്നെ മിലിറ്ററി പോലീസ് ആവാം. ഏത് അഗ്നിപഥ് വഴി അല്ലേ. പക്ഷെ എന്താണ് പ്രായപരിധി അവർ കൊടുത്തിട്ടുണ്ട്. 10ാം ക്ലാസ് പാസ്സാവണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. 33% മാർക്ക് ഇൻഡിവിജ്വലി എല്ലാ വിഷയത്തിനും വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ BPharm കഴിയാതെ തന്നെ ഫാർമസിസ്റ്റ് ആവാം ഏതിലെ മിലിറ്ററിയിൽ. അതായത് ശിപ്പായി ഫാർമ എന്നുള്ളതാണ് ആ വേക്കൻസിയുടെ പേര് വന്നിട്ടുള്ളത്. കരസേനയിലെ ശിപ്പായി ഫാർമ ആകാൻ അവസരം വന്നിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിൽ നിന്നുള്ള പുരുഷന്മാർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. ഓൺലൈൻ രജിസ്ട്രേഷൻ ഏപ്രിൽ 10 വരെ തന്നെയാണ്. പരീക്ഷാ പേപ്പറായിരിക്കും ജൂണിലാണ്. യോഗ്യത +2. അവരിതിൽ കുറച്ച് മാർക്ക് കൂടുതൽ പറയുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഇപ്പോൾ 40, 33 എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ +2ൽ 55% മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാർമസി ഡിപ്ലോമയാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുള്ളത്. ഡിപ്ലോമ മതി.
അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ അല്ലെങ്കിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ രജിസ്ട്രേഷനും വേണം. ഓക്കെ, 50% മാർക്കോടെ ഫാർമസി ബിരുദവും സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ അല്ലെങ്കിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ രജിസ്ട്രേഷനും ഉള്ളവരെയാണ് ഇതിൽ പരിഗണിക്കുക. കരസ്ഥാന വെബ്സൈറ്റിലെ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ അനുസരിച്ച് ശാരീരിക ക്ഷമത പരീക്ഷയും ഉണ്ടായിരിക്കും. പ്രായം 19 to 25 വയസ്സ് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തെരഞ്ഞെടുപ്പ് റിട്ടേൺ എക്സാം ഉണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, മെഡിക്കൽ അനാലിസിസ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇതിലും എന്താണ് 1.5 കിലോമീറ്റർ ഓട്ടം തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓൺലൈൻ രജിസ്ട്രേഷൻ www.joinindianarmy.nic.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. ഫീസ് 250 രൂപ തന്നെയാണ്. ഓക്കെ, കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ആ വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഇനി അഗ്നിവീർ പരീക്ഷ മലയാളത്തിലും വരാൻ പോവുകയാണ്. അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിക്ലറേഷനെ കുറിച്ച് പറയാനുള്ളത്. അതായത് കരസേന അഗ്നിവീർ തെരഞ്ഞെടുപ്പിന് നടത്തുന്ന ഓൺലൈൻ കോമൺ എൻട്രൻസ് എക്സാം ഇത്തവണ മുതൽ മലയാളത്തിലും ചോദ്യപേപ്പർ ലഭിക്കും കേട്ടോ. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമായിരുന്നു ഇതുവരെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. മലയാളത്തിന് പുറമെ ഇനി കന്നഡ, തമിഴ്, തെലുങ്ക്, പഞ്ചാബി, ഒഡിയ, ബംഗാളി, ഉറുദു, ഗുജറാത്തി, മറാത്തി, അസമീസ് ഭാഷകളിലും ചോദ്യപേപ്പർ ലഭിക്കുന്നതായിരിക്കും. അപേക്ഷ നൽകുമ്പോൾ ഏത് ഭാഷയിലുള്ള ചോദ്യപേപ്പർ വേണമെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് അവരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വിവരങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.